വേഗമേറിയ ജീവിതത്തിന് വീതിയേറിയ പാതകളെന്നതാണ് ആധുനിക കാലഘട്ടത്തിൽ പല രാജ്യങ്ങളും സ്വീകരിക്കുന്ന നിലപാട്. നമ്മുടെ നാട്ടിലും അത് തന്നെയാണ് ആവശ്യം. എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങളും റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ ശരവേഗത്തിൽ കുതിക്കുമ്പോൾ കേരളത്തിന്റെ സ്ഥിതി മറിച്ചാണ്. 3-4 പാതകളുടെ അഭാവം പുതിയ ട്രെയിനുകൾ സംസ്ഥാനത്തിന് അനുവദിക്കുന്നതിന് പ്രധാന തടസ്സമായി നിലനിൽക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇപ്പോഴിതാ ഈ പ്രശ്നത്തിനുള്ള പരിഹാരമാകുകയാണ്. കേരളത്തിലെ 7 റെയിൽ പദ്ധതികൾക്ക് DPR തയ്യാറാക്കുന്നതിനുള്ള സർവേകൾക്ക് അനുമതിയായിട്ടുണ്ട് എന്ന് റെയിൽവേ മന്ത്രാലയം. മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിൽ കൂടുതൽ റെയിൽവേ ഗതാഗതം സാധ്യമാക്കുന്നതിനായി വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായുള്ള സർവേകൾക്കാണ് അനുമതി നൽകിയത് എന്ന് റെയിൽവേ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നാഗർകോവിലിനും മംഗളൂരുവിനുമിടയിലാണ് 7 പദ്ധതികൾ എന്നതിനാൽ കേരളത്തിനാകെ ഗുണം ലഭിക്കുമെന്ന് മാത്രമല്ല, മറിച്ച് കേരളത്തിലെ ട്രെയിൻ യാത്രകളുടെ ആകെ സ്വഭാവം തന്നെ മാറുന്നതിനാണ് സമീപ ഭാവിയിൽ തന്നെ സാക്ഷ്യം വഹിക്കാൻ കഴിയുക. നാഗർകോവിൽ തിരുവനന്തപുരം 3-ാം പാതയാണ് പുതിയ പദ്ധതികളിലൊന്ന്. തിരുവനന്തപുരം കായംകുളം 105 കിലോമീറ്റർ 3-ാം പാത, കായംകുളം എറണാകുളം കോട്ടയം വഴി 115 കിലോമീറ്റർ 3-ാം പാത, തുറവൂർ അമ്പലപ്പുഴ 46 കിലോമീറ്റർ പാത ഇരട്ടിപ്പിക്കൽ, ഷൊർണൂർ മംഗളൂരു 307 കിലോമീറ്റർ 3-4 പാതകൾ, കോയമ്പത്തൂർ ഷൊർണൂർ 3-4 പാതകൾ 99 കിലോമീറ്റർ, ഷൊർണൂർ എറണാകുളം 3-ാം പാത 106 കിലോമീറ്റർ എന്നിവയാണ് മറ്റു പാതകൾ. ഇതോടെ കൂടുതൽ തീവണ്ടികളും കേരളത്തിന് കിട്ടും. പാതകളുടെ കുറവ് കാരണമാണ് അതിവേഗ തീവണ്ടികൾ അടക്കം കേരളത്തിൽ എത്താത്തതിന് കാരണം. സബർബൻ തീവണ്ടികളും ഇതോടെ എത്താൻ സാധ്യതയുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ ഗതാഗത സംവിധാനമാണ് റെയിൽവേ. ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്ര, ചരക്ക് ഗതാഗതവും ഇതുതന്നെയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ വിപുലീകരണം രാജ്യത്തിന്റെ തന്നെ മുഖച്ഛായ മാറുന്നതാണ്. നിലവിൽ അംഗീകരിച്ചിരിക്കുന്ന 4 പദ്ധതികൾ രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ 7 റെയിൽവേ റൂട്ടുകളുടെ ഭാഗമാണ് എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെ കാർഗോയുടെ ഏകദേശം 41%, യാത്രാ ഗതാഗതത്തിന്റെ 41% ഈ റൂട്ടുകളിലൂടെ കടന്നുപോകുന്നുമുണ്ട്. സംസ്ഥാനത്തുടനീളം റെയിൽ ഗതാഗത ശേഷി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരുന്നു. കേരളത്തിന് പുതിയ ട്രെയിനുകൾ നൽകുന്നത് ട്രാക്ക് വികസനത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു. കേരളത്തിലെ റെയിൽവേ ശൃംഖലയുടെ ശേഷി വർദ്ധിപ്പിക്കാൻ തങ്ങളുടെ സർക്കാർ എങ്ങനെയാണ് ശ്രമിക്കുന്നത് എന്ന് പറയാമെന്നും 60 വർഷം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് കേരളത്തിൽ എന്തു ചെയ്തുവെന്നും പുതിയ ട്രെയിനുകൾ കൊണ്ടുവരണമെങ്കിൽ റെയിൽവേ ട്രാക്കുകളുടെ ശേഷി വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള തങ്ങളുടെ സർക്കാർ കേരളത്തിലെ അതിപ്രധാനമായ മുഴുവൻ റെയിൽവേ ശൃംഖലയുടെയും DPR തയ്യാറാക്കൽ ഏറ്റെടുത്തിരിക്കുകയാണെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. രാജ്യമെമ്പാടും റെയിൽവേ വികസനം വേഗത്തിലാണെന്നും 2027 ആകുമ്പോഴേക്കും 500 സ്റ്റേഷനുകൾ നവീകരിക്കുന്ന ജോലി പൂർത്തിയാകുമെന്നും റെയിൽവേ മന്ത്രി പറഞ്ഞിരുന്നു. കഴിഞ്ഞ 11 വർഷമായി ഇന്ത്യൻ റെയിൽവേയുടെ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് പിന്നിലെ പ്രേരക ശക്തിയായി നിന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മന്ത്രി പ്രശംസിച്ചു. ഇക്കാലത്ത് 34,000 കിലോമീറ്ററിലധികം റെയിൽ ട്രാക്കുകൾ നിർമ്മിച്ചു. ജർമ്മനി പോലുള്ള ഒരു വികസിത രാജ്യത്തെ മറികടക്കുന്നതാണ് റെയിൽവേയുടെ ഈ നേട്ടമെന്നും റെയിൽവേ പരിഷ്കാരങ്ങളിലും പുതിയ സ്റ്റേഷനുകളുടെ നിർമ്മാണത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചുവെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. സ്വാതന്ത്ര്യത്തിനു ശേഷം ആദ്യമായാണ് ഒരു പ്രധാനമന്ത്രി റെയിൽവേയിൽ ഇത്രയധികം ശ്രദ്ധ ചെലുത്തുന്നത്. 2023-2024 വർഷങ്ങളിൽ ഒരേ സമയം 1062 സ്റ്റേഷനുകൾക്ക് പ്രധാനമന്ത്രി മോദി തറക്കല്ലിട്ടു. അതിന്റെ തുടർച്ചയാണ് 103 അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം. 8 മാസത്തിനുള്ളിൽ 100 സ്റ്റേഷനുകൾ കൂടി ഉദ്ഘാടനത്തിന് തയ്യാറാകുമെന്നും അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരുന്നു. പഴയ ICF കോച്ചുകളെ LHB കോച്ചുകളാക്കി മാറ്റുന്ന പ്രവൃത്തി ഇന്ത്യൻ റെയിൽവേ ഏറ്റെടുത്തിരുന്നു. കഴിഞ്ഞ 11 വർഷത്തിനിടെ 42,000 പുതിയ LHB കോച്ചുകൾ സൃഷ്ടിച്ചതായും റെയിൽവേ അവകാശപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.